കേട്ടോ. പെട്ടെന്ന് പിടിക്കാൻ കിട്ടിയല്ലോ, അത് തന്നെ വലിയ കാര്യം. നന്നായിരുന്നു. താങ്ക് യു. പ്രജില? ഇത് നല്ലൊരു ടാസ്ക് തന്നെയായിരുന്നു തന്നത്. അതിനുള്ളിൽ പിരിക്കാന്ന് പറഞ്ഞാൽ ആ കോഴി പറന്ന് അപ്പുറത്തെ പറമ്പിലേക്ക് എങ്ങാനും പോയിട്ടേ അതിലൊക്കെ ചാടി അത്രയും ദൂരം പോകണ്ടേ. അതന്നെ ഭയങ്കര ഒരു ടാസ്ക് തന്നെയായിരുന്നു. എന്തായാലും കോഴികളെ പിടിക്കുന്നതിനൊരു സ്നേഹമുള്ളതുകൊണ്ടായിരിക്കും അതുങ്ങളും കുറച്ച് കോഴിയെങ്കിലും ഒന്ന് പിടിയുണ്ടായിരുന്നു. അതെ, നന്നായിട്ട് ചെയ്തു. നല്ല രസമായിരുന്നു കണ്ടോണ്ടിരിക്കുക. എല്ലാവരും നല്ല ചിരിച്ച് മതിയായി. എല്ലാവരും അൺഎക്സ്പെക്ടഡ് ഒരു ടാസ്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര അതിശയായി പോയി കോഴി പിടിക്കും. എന്തായാലും നന്നായിട്ട് ചെയ്തു. റെക്സി? രാത്രിയിൽ കോഴിനെ പിടിക്കാൻ പോയിട്ടുണ്ടോ? അല്ല, ഒരു നിഷ്കളങ്കമായിട്ട് പറഞ്ഞു, രാത്രിയാണല്ലോ സാധാരണ പിടിക്കുന്നത്. രാത്രി പിടിക്കുന്നത് കോഴി കള്ളന്മാരാ. ഞാനല്ല, ഞാൻ ഞങ്ങളങ്ങനെ വിചാരിച്ചിട്ടുമില്ല, കള്ളനാണെന്ന് വിചാരിച്ചിട്ടില്ല. അല്ല, കോഴി നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്തു. കാരണം മുകളിലൊക്കെ അങ്ങനെ ചാടിപ്പോയിരുന്നെങ്കിലോ മരത്തിന്റെ മുകളിലൊക്കെ കോഴി മതിന്റെ മുകളിലോ മരത്തിന്റെ മുകളിലൊക്കെ. ഞാനിപ്പോ ഈ കൊച്ചിനെ ഓടിച്ചിട്ട് പിടിക്കാന്ന് പറഞ്ഞാൽ കൊച്ചു കോപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ, പക്ഷെ കോഴി കോപ്പറേറ്റ് തരാം. അല്ല, ഞങ്ങൾക്ക് തോന്നുന്നു കോഴി നന്നായിട്ട് ചെയ്തു, പെർഫോം ചെയ്തു. ഓക്കെ, നല്ല ടാസ്ക് ആയിരുന്നു, നല്ല രസമായിരുന്നു. താങ്ക് യു റെക്സി. ചേട്ടാ, സോമിച്ചേട്ടന് മനോഹരമായ പാട്ടും മനോഹരമായ കോഴിപിടുത്തമൊക്കെ ഞങ്ങൾ നന്നായി ആസ്വദിച്ചു കേട്ടോ. താങ്ക്സ് റജില. സംഗീത? വളരെ രസകരമായിരുന്നു കോഴിപിടുത്തം. പിന്നെ അയൽവാസികളെ കൂടിയോ? അയൽവാസികൾക്ക് ഇതെന്താ പറ്റി, ഇയാൾക്ക് എന്താ പറ്റിയെന്ന് ഇത്ര നേരം മര്യാദയ്ക്ക് വീടിനിരുന്നിട്ട് കോഴി ഇയാൾക്ക് സാധാരണ വിചാരിക്കാം അത് കൊല്ലാൻ പിടിക്കാം, പക്ഷെ കൊല്ലാൻ പിടിച്ച പോകാൻ കോഴിയാണ്. ഇത് പെടക്കോഴിനെ പിടിച്ച ഭാഗത്തിന് എന്നെ എടുക്കണമെന്ന് വിചാരിച്ചിട്ടോ. എന്തായാലും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സംഗീത. സിമി? ശരിക്കും ആ ടാസ്കിനോട് ആത്മാർത്ഥമായിട്ട് ആ ടാസ്കിനോട് സഹകരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആ ഓട്ടവും പിന്നെ ആ വെള്ളം കൊണ്ട് വേണമെങ്കിൽ ഒന്ന് മാറിയിടായിരുന്നു, അത് പോട്ടെ. അതെ അതെ അതെ, ഓക്കെ 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 ഓക്കെ. അതെ, അത് കുഴപ്പമില്ലായിരുന്നു, പക്ഷെ നല്ല എൻജോയ് ചെയ്തു, ഒത്തിരി നന്നായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ മാർക്സിലേക്ക് പോവാം. കമോൺ സിമി. 9 മാർക്ക്. സംഗീത? 9 മാർക്ക്. ഷഫീല? 9 മാർക്ക്. റജില? 8.5. റെക്സി? 8 മാർക്ക്. 8 മാർക്ക്. അനില? 7.5. 8 മാർക്സ്. 8.5. 8.5. 8.5. 8.5. 9 മാർക്ക്. ടോട്ടൽ മാർക്സ് ആണ് 85 out of 100. Not bad. ഇപ്പോൾ ഒരു ടാസ്ക് കഴിഞ്ഞിട്ടുള്ളൂ ആദ്യത്തെ റൗണ്ടിൽ. ഇനി രണ്ടാമത്തെ ടാസ്ക് ഇനിയും ബാക്കിയുണ്ട്. എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.